ഗുഡ് ആഫ്റ്റർനൂൺ. എന്താണ് അപ്പോൾ എല്ലാവരുടെയും സൺഡേ ആയിട്ട് പരിപാടി? ഇവിടെ മഴ ദിവസമാണ് കേട്ടോ, അതുകൊണ്ട് പുറത്തൊന്നും പോകണില്ല, വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിലിരിക്കുമ്പോഴാണ് ഇങ്ങനെ പൊതിച്ചോറ് കഴിച്ചാലോ എന്നൊരാഗ്രഹം തോന്നിയത്. അപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആ പൊതിച്ചോറ് കെട്ടിക്കൊണ്ടുപോയി ലഞ്ചിനിങ്ങനെ ആ പൊതിച്ചോറ് ഇങ്ങോട്ട് തുറക്കുമ്പോൾ എന്തൊരു എന്തൊരു ടേസ്റ്റാവും. ആകെ ഒന്ന് രണ്ട് ഐറ്റമേ ഉണ്ടാവുള്ളൂ. ഒരു ഓംപ്ലേറ്റ്, ഒരു ചമ്മന്തി, ഉപ്പേരി ഉണ്ടെങ്കിൽ അതും മതി. ധാരാളമായിരുന്നു അല്ലേ. ഇപ്പം നമ്മൾ പൊതിച്ചോറിൽ പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫിഷ്, പിന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ, അങ്ങനെ കുറേ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പൊതിച്ചോറ് ഉണ്ടാക്കണേ അല്ലേ. പണ്ട് സ്കൂളിലേക്കൊക്കെ അമ്മമാർ തന്നു കിട്ടുന്നത് ആകെ ഒന്ന് രണ്ട് ഐറ്റമേ ഉണ്ടാവുള്ളൂ എങ്കിൽ കൂടിയും പിന്നെ ഒന്ന് രണ്ട് ഐറ്റം മതിയല്ലോ നമ്മുടെ കയ്യിൽ. കാരണം നമുക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് കിട്ടുമല്ലോ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന്. അവർ കൊണ്ടുവരുന്നത് നമുക്കും നമ്മുടെ അവർക്കൊക്കെ കൊടുത്ത് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അടിപൊളിയാണ് അല്ലേ. എല്ലാവർക്കും ഇപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എല്ലാവരും അങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്നേഹം, അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒരു വ്യത്യാസമാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ പൊതിച്ചോറിൻ്റെ വിശേഷം എന്താ വെച്ചാൽ, ഞാനും വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ച് താറാവ് കിട്ടി. അപ്പോൾ താറാവ് കൊണ്ട് ഒരു റോസ്റ്റും അങ്ങോട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പൊതിച്ചോറിൽ എനിക്ക് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉള്ളത് പയറുപ്പേരി, കുമ്പളങ്ങ കറി. പിന്നെ അതിൽ വലിയ സന്തോഷം എന്താ വെച്ചാൽ ആ കുമ്പളങ്ങ ഇവിടെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മോരുകറി അങ്ങോട്ട് വെച്ചു. അതൊരു വലിയ സന്തോഷമാണ് അല്ലേ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു ഇതുകൊണ്ടൊരു കറി വയ്ക്കുക അല്ലെങ്കിൽ ഒരു ഉപ്പേരി വയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ പൊതിച്ചോറിൽ അങ്ങോട്ട് എല്ലാ സംഭവങ്ങളും, മത്തി വറുത്തത്, താറാവ് റോസ്റ്റ്, ഓംപ്ലേറ്റ്, പിന്നെന്താ മോരുകറി എല്ലാം കൂടി വെച്ചിട്ട്. എന്നാൽ ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയില്ല കേട്ടോ. എപ്പോഴും ചമ്മന്തി ഉണ്ടാക്കി ഇനിയിപ്പോൾ ചമ്മന്തി എനിക്ക് വയ്യ, ഇനി തേങ്ങ ചിരവാന്നൊക്കെ വിചാരിച്ച് മടി പിടിച്ച് ഞാൻ ചമ്മന്തിനെ ഔട്ടാക്കി. ബാക്കിയെല്ലാം വെച്ചിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്തു. അങ്ങോട്ട് പൊതിച്ചോറ് അങ്ങോട്ട് കെട്ടി വെച്ചു. ഇനി അത് കഴിച്ച് അഭിപ്രായം പറയാം കേട്ടോ. അടിപൊളിയായിരിക്കും പൊതിച്ചോറ് അങ്ങോട്ട് തുറന്നപ്പോൾ ഉണ്ടല്ലോ, നല്ല ആ വാട്ടിയ വാഴയിലയുടെ മണമാണ് കേട്ടോ അടിച്ചത് ആദ്യം തന്നെ. പിന്നെ ഞാൻ ആദ്യം ആ ഡക്ക് റോസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയെന്നല്ലാതെ ടേസ്റ്റ് ചെയ്തിരുന്നില്ല. വേഗം പൊതിച്ചോറ് കെട്ടി വെക്കണ്ടേ എന്നുള്ളതിൽ അതങ്ങോട്ട് എടുത്ത് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ നല്ല രസമുണ്ടായിരുന്നു. അത്ര നല്ല പയറല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ രസം തോന്നിയില്ല, പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. ഡക്ക് റോസ്റ്റും എഗ്ഗും ആ മത്തി പൊരിച്ചതും പിന്നെ നല്ല കടുമാങ്ങ അച്ചാർ എല്ലാം കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു.